ഇമോഷണലി കണക്റ്റഡ് ആയി അത് മൂവി കണ്ടു കഴിഞ്ഞാലാണ് അത് എന്തുകൊണ്ടാണ് അവർക്ക് കണക്റ്റഡ് ആയി എന്നുള്ളത് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ കണ്ടുവരുന്ന ഒരു പിടി മനുഷ്യന്മാരെ ലൈക്ക് മനുഷ്യനായിട്ട് കാണാത്തതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, ജാതി മതം വർണ്ണം ഭേദം എന്ന് അതൊക്കെ വെച്ചിട്ട് മനുഷ്യനെ തിരിക്കുന്നതിൻ്റെയും പിന്നെ ഈ വർഷങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം തങ്ങളുടെ വീടായിട്ട് കണ്ടിരുന്ന കാടിൻ്റെ മക്കളാണ്. അപ്പോൾ അവർക്ക് ഇത് പറഞ്ഞ പോലെ നിയമവും രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഭൂമി പെട്ടെന്നൊരു ദിവസം അവരുടെ ഭൂമി അല്ലാണ്ടായി തീരുന്നൊരു സിറ്റുവേഷൻ വരും. അത് അനുഭവിച്ചവർക്കാണല്ലോ അതിൻ്റെ കഷ്ടപ്പാടും ഇതും അറിയുള്ളൂ. കാരണം നമ്മളെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴുണ്ടാവുന്നത് നിങ്ങളുടെ വീടല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടുമ്പോൾ ഉണ്ടാവുന്ന അതേ അവസ്ഥയാണ് അവർക്കുണ്ട്. ഇപ്പോഴും വർഷങ്ങളായിട്ട് നീതി കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്, ഇപ്പോഴും കോടതി കയറി അടക്കുന്നവരുണ്ട്. അവർക്ക് കിട്ടേണ്ട ജസ്റ്റിസ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ വേഗമായി കിട്ടിയാൽ നന്നായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ടോവിനോൻ്റെയും കൂടി ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചർച്ച ചെയ്യപ്പെടുന്നു, അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ലേ, എല്ലാവരെയും പോലെയും ഞാനൊരു ടോവിനോ ഫാനാണ്. അതുപോലെ ഞാൻ കാണുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് ഇത്രയും ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി വർക്ക് ചെയ്യുക. അതുപോലെ ഓരോ കൊല്ലം തോറും നമ്മൾ ടോവിനോയിൽ ഓരോ അപ്ഡേഷൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു അപ്ഡേറ്റിംഗ് ഉണ്ടല്ലോ, അത് കാണുന്നു. ലൈക്ക് ഭയങ്കര സന്തോഷം ടോവിയുടെ കൂടെ വർക്ക് ചെയ്യാൻ. നല്ലൊരു പടം ചെയ്തതിൻ്റെ ഒരു തീർച്ചയായിട്ടും നല്ലൊരു പടം. ലൈക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് അതൊരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ ഒരു സ്ട്രോങ് ക്യാരക്ടർ ചെയ്യാൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷമുള്ള മലയാള സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒരു സംസാര വിഷയമായിരിക്കും, ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു ചർച്ചാ വിഷയമായിരിക്കും. ഈ പടം ഓൾറെഡി ഇറങ്ങുന്നതിന് മുന്നേ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിൽ വേടൻ്റെ കാര്യത്തിൽ അതൊരു ഈ പടത്തിൻ്റെ എല്ലാ എലമെൻറ്റും ഉണ്ട്. അപ്പം ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇനിയും ആ ഒരു ചർച്ചാ വിഷയം മുന്നിലേക്ക് തന്നെ വരും. ചർച്ചകൾ വരട്ടെ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. അതെ, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്, ചർച്ച ചെയ്യപ്പെടട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നീതി ഇപ്പോഴും ലഭിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ആ ചർച്ചയിലൂടെ നീതി വേഗത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഫുൾ നരിവേട്ട ടീമിനെ സംബന്ധിച്ച് അത് ഞങ്ങൾക്ക് അത്രയും സന്തോഷം വേറെ ഉണ്ടാവില്ല. ഇമോഷണൽ ഇതായിരുന്നു. പിന്നെ PSC പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യും, പഠിക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി സ്റ്റോറി, ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ആക്ടിങ് അടിപൊളി സൂപ്പർ. ഫസ്റ്റ് ടൈമാണ് ടോവിനോടെ ഇങ്ങനെ ഇമോഷണൽ ഒരു മൂവി കാണുന്നത്. അപ്പോൾ എല്ലാ ഫാമിലീസിനും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലൊരു സിനിമയാണ്. എല്ലാവരും ഞാൻ വർക്ക് ചെയ്ത പടമാണ്, ഞാൻ ഇതിൻ്റെ ആർട്ട് ഡയറക്ടറാണ്. ഒരു എമോഷണൽ ടച്ചുള്ള ഒരു ഫിലിമാണ്, ക്ലൈമാക്സ് ആവുന്നത്. അടിപൊളിയാണ്, ഇതുവരെ കാണാത്തൊരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇമോഷണലാണ്, ലാസ്റ്റ് നല്ല കരഞ്ഞു. ഞാൻ ഇങ്ങനത്തെ പടമൊന്നും കണ്ട കാര്യം നാളൊന്നുമല്ല, പക്ഷെ കരഞ്ഞു പോയി. ഞാൻ പകുതി മുതലാണ് കണ്ടത്, ഇൻ്റർവ്യൂവിൽ കണ്ട്, പക്ഷെ കരഞ്ഞു പോയി. ഇപ്പോൾ കഥ കൊണ്ട് തന്നെ, അല്ലാണ്ട് കാര്യമില്ലല്ലോ ഒരാൾ, അങ്ങനെ കരഞ്ഞു. അതെ, അത് മുമ്പ് കണ്ടില്ല. കേരളം ചർച്ച ചെയ്യാൻ പോകുന്നൊരു കഥ സിനിമ തന്നെയാണ്, അതേ പറയാനുള്ളൂ എനിക്കൊക്കെ. അടിപൊളി പടമായിരുന്നു. ശരിക്കും ഇമോഷണലി എല്ലാവരെയും അറ്റാച്ച് ചെയ്യുന്നൊരു കഥ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതുവരെ കണ്ട ടോവിനോയുടെ അഭിനയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എല്ലാവരെയും തിയേറ്ററിൽ പോയി കാണണം, മസ്റ്റ് വാച്ച് മൂവിയാണ്. താങ്ക് യു. ഭയങ്കര അടിപൊളി മൂവിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇമോഷണലി ഹുക്ക് ചെയ്തു. ഇപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ടോവിനോയുടെ പെർഫോമൻസ് ഒന്നും ത്രൂ ഔട്ട് പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എക്സ്പെഷ്യലി ക്ലൈമാക്സിൻ ആ ഭാഗത്തൊക്കെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു, കരയിപ്പിച്ചു. ടോവിനെ അവതരിപ്പിക്കുന്ന വർഗീസ് എന്ന ക്യാരക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് കഥ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും പലതരത്തിലും നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കതിൻ്റെ കുറേ കാര്യങ്ങൾ ഇമോഷണലായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ ചിന്തിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് ആ സിനിമ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അത് ഒരു ഓഡിയൻ എന്ന നിലയിൽ എനിക്ക് തോന്നി.
എല്ലാവരും ആ സിനിമ കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കേരളത്തിൽ ജനിച്ച ഒരാൾ ഇങ്ങനൊരു ഇതൊരു കഥയാണ്. ആ കഥാ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. അതിൻ്റെ വിഷ്വലി, അതിൻ്റെ സൗണ്ട്, മ്യൂസിക് എല്ലാം നമ്മളെങ്ങനെ പിടിച്ചിരുത്തുന്നൊരു സിനിമയാണ്. ഇതെല്ലാം ഞാൻ പറയുന്ന ഒരു ആക്ടറായിട്ടല്ല, ഞാൻ ഇന്നാണ് സിനിമ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ സിനിമ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഇമോഷണലി വല്ലാതെ ബ്രേക്ക് ചെയ്യേണ്ട സിനിമ.